ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഹീറോ ഡ്യുവറ്റ് ആണ്. വണ്ടി മുഴുവൻ ചെളി കയറി ഇരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. അത് വൃത്തിയാക്കിയാൽ ആ സ്ക്രൂ ഒന്നും കാണാൻ പറ്റുന്നില്ല. ആ സ്ക്രൂ ഒക്കെ അതിൻ്റെ സ്ക്രൂ ഇളക്കണമെങ്കിൽ ഇത് മണ്ണൊക്കെ മാറ്റിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഈ ഭാഗത്തൂടെയാണ്, അതായത് എയർ ഫിൽട്ടർ ഇരിക്കുന്ന ഈ വശത്തൂടെയാണ് പെട്രോൾ ഓവർഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത് ഒന്ന് തുറന്ന് നോക്കാം. അതിന് താഴെ നോക്കിയാൽ കാണാം. ഇത് തുറക്കുന്ന സമയത്ത് തന്നെ പെട്രോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഈ സൈഡിൽ കൂടെയാണ് പെട്രോൾ ഓവർഫ്ലോ ആയിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ക്രൂ ഇളക്കിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പെട്രോൾ ഒഴുകുന്നുണ്ട്. അതാണ് പെട്രോൾ സ്മെല്ല് വന്നെന്ന് പറഞ്ഞത്. പെട്രോൾ എന്താ കൊണ്ടുനോക്കുന്നത്? വന്നിട്ടേ കൈ കഴിക്കട്ടെ. இது ஹீரோவோட டியூட்டானு. വണ്ടി സ്റ്റാർട്ടാകലിங்கிற കംപ്ലൈൻറ്റിൽ വന്നതാണ്. പക്ഷേ ഇത് നമ്മൾ ഒരുപാട് പ്ലഗ് എല്ലാം ക്ലീൻ பண்ணி ഇട്ടിട്ടും വണ്ടി സ്റ്റാർട്ട് ആവില്ല. പിന്നീട് നോക്കുന്നപ്പോൾ ഇളക്കി നോക്കുന്നപ്പോൾ തന്നെ ഇത് അറിയുது. വണ്ടിയിൽ ഇത് പെട്രോൾ ടാങ്കിൽ വர ஸ்டெய்னராണ്. அந்த ஸ்டெய்னரோட ஃபங்க்ஷன் டயஃப்ராம் ஃபங்க்ஷனானு. அது பார்த்திங்கன்னா வண்டி ஸ்டார்ட் ஆகும் மாதிரி வேக்கம் மூலியமாக பெட்ரோல் நம்ம கார்பரேட்டருக்கு போயிட்டு அதிலிருந்து கார்பரேட்டர்லேருந்து இன்ஜினுக்கு ஸ்ப்ரே ஆகும். പക്ഷേ ഇതിൽ നടന്നത് அந்த வேக்கம் உள்ள அந்த ஸ்டெய்னர் ஓப்பன் ஆகி அப்போ கண்டினியூவாக பெட்ரோல் கார்பரேட்டருக்கு போக தொடங்கி அது நிமித்தமாக கார்பரேட்டர் ஓவர்ஃப்ளோ ஆகிட்டு கம்ப்ளீட் பெட்ரோல் ஏர் ஃபில்டரில் நிறைஞ்சு. இப்போ நீங்கள் கண்டா தெரியும். ഈ എയർ ഫിൽറ്ററിലിருந்து ഇത് ഫുള്ള് കംപ്ലീറ്റ് പെട്രോളാണ്. എത്ര പെട്രോൾ இருக்குன்னு നോക്കുங்க. ഇത് കംപ്ലീറ്റ് എന്താകും, എയർ ഫിൽറ്റർ ബോക്സ് നിറഞ്ഞ് ഇത് കംപ്ലീറ്റ് ഇഞ്ചിനക്ക് അകത്തും പെട്രോൾ കംപ്ലീറ്റ് നിറഞ്ഞ് ഇഞ്ചിനകത്തും പെട്രോൾ പോയിട്ട് വണ്ടി സ്റ്റാർട്ടാകില്ല. പിന്നെ കംപ്ലീറ്റ് പൊളിച്ച് നോക്കണപ്പോൾ തന്നെ നമ്മൾ ഈ കംപ്ലൈൻറ്റ് അറിഞ്ഞത്. അപ്പം നമ്മൾ ഇത് ക്യൂറാക്കി എടുക്കണമെങ്കിൽ പെട്രോൾ സ്റ്റെയ്നർ മാറണം. പെട്രോൾ ഫ്യൂൽ സ്റ്റെയ്നർ മാറിയിട്ട് കാർബറേറ്റർ ക്ലീൻ ചെയ്തിട്ട് പിന്നെ എയർ ഫിൽറ്റർ മാറി കാർബറേറ്ററെല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ പ്ലഗ് മാറി എല്ലാം ചെയ്തതിന് ശേഷമേ വണ്ടി റെഡി ആകും. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമ്മൾ ഈ വണ്ടി നോക്കാം. ഇങ്ങനെ നോക്കുക. இன்னும் பெட்ரோல் வந்துக்கிட்டே இருக்குது பாருங்கள். ட்ராப்பாக பெட்ரோல் வந்துக்கிட்டே இருக்குது. ഇതാണ് കണ്ടോ അതിൻ്റെ അവസ്ഥ കണ്ടോ? കംപ്ലീറ്റ് പെട്രോൾ പെട്രോളിൽ കംപ്ലീറ്റ് പെട്രോള് ഓവർഫുള്ളായി കംപ്ലീറ്റ് നിറഞ്ഞ്. അയ്യോ, ഇതുപോലെ അവസ്ഥ ഈ വണ്ടിയിൽ എങ്ങനെ വരും നമ്മൾ ചിന്തിച്ചിട്ടില്ല. നോക്കുங்க, ഇത്രയ്ക്ക് കംപ്ലൈൻ്റ് ആയിരുന്നത്.
ക്ലീൻ ആയില്ല. എന്തൊക്കെ വ്യത്യാസം കണ്ട കാണുക. ഇത് പഴയത്, ഇത് പുതിയത്. നോക്കുക എങ്ങനെ ഇറങ്ങി, കണ്ടീഷൻ എങ്ങനെ ഇറങ്ങി. നേരത്തെ ഉണ്ടായിരുന്ന കംപ്ലൈൻറ്റ് ഇപ്പം മാറിയിട്ടുണ്ട്. വണ്ടി നല്ല സ്മൂത്തായി ഓടുന്നു.